കരൺ അദാനി പോർട്ടിന്റെ കരൺ അദാനി ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ എന്താണ് ഈ പോർട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു വിശദീകരണമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഴിഞ്ഞം പോർട്ട് അടക്കമുള്ള പോർട്ടുകളുടെ സാധ്യത അത് നമുക്ക് പ്രത്യേകം വിഴിഞ്ഞത്തെ പരാമർശിക്കേണ്ടി വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാജ്യാന്തര കപ്പൽച്ചാലിൽ നിന്നും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരിടം എന്നതുകൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ കേരളത്തിന് വിഴിഞ്ഞത്തിന് ലഭിക്കാൻ പോകുന്ന സാധ്യതകൾ സമീപത്തായി വരുന്ന മറ്റു രാജ്യങ്ങളുടെ പോർട്ടുകൾ, ഉദാഹരണം ദുബായ് പോർട്ടുകൾ, സലാല പോർട്ട്, ഒപ്പം കൊളംബോ അടക്കമുള്ള സിംഗപ്പൂർ അടക്കമുള്ള പോർട്ടുകൾക്ക് ലഭിച്ചിരുന്ന ബിസിനസ്സിൻ്റെ ഒരു ഷെയർ തന്നെ വിഴിഞ്ഞത്തേക്ക് വന്നാൽ അത് നമ്മൾ പ്രതീക്ഷിച്ചതിന് മുകളിലേക്ക് ആ പദ്ധതിയുടെ സാധ്യത മാറും എന്നതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞത്തിൻ്റെ സാധ്യത അങ്ങനെ നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പദ്ധതി വിഭാവനം ചെയ്തപ്പോൾ ലക്ഷ്യമിട്ടതിനേക്കാൾ ഒരു വളർച്ചയിലേക്ക് ഒരുപക്ഷെ ഈ പദ്ധതി നീളാനുള്ള സാധ്യതയുമുണ്ട്. അതിൻ്റെ സാധ്യതകൾ വളർന്നേക്കാമുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അങ്ങനെയാണത് കരുതപ്പെടുന്നത്. വിഴിഞ്ഞം പോർട്ട് അവിടെ സജ്ജമാകുമ്പോൾ തന്നെ അതിൻ്റെ അനുബന്ധമായ സജ്ജീകരണങ്ങൾ നിരവധി ഒരുക്കേണ്ടതുണ്ട്. നിലവിലത് അദാനി പോർട്ട് ലിമിറ്റഡാണ് അത്തരം സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതായത് വിഴിഞ്ഞത്ത് ഈ രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്നും പിന്നീട് വിഴിഞ്ഞം പോർട്ടിലേക്ക് ഈ കപ്പലുകളെ എത്തിക്കുന്നത് നിലവിൽ ഈ പോർട്ടിൻ്റെ ഭാഗമായി തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗമായി തന്നെയുള്ള ഒരു സീനിയർ പൈലറ്റ് ആയിരിക്കും. അദ്ദേഹമായിരിക്കും ചെന്ന് ഈ പോർട്ടിലേക്ക് എത്തിക്കുക. അതിലൊരു മലയാളി കൂടി ഉണ്ട് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി വരുന്നുണ്ട്. അദ്ദേഹം ചെങ്ങന്നൂർ സ്വദേശിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒക്കെ വിശേഷങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. എന്തായാലും പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് സംബന്ധിച്ച് ഒരുപക്ഷേ ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകർക്കൊക്കെ കൂടുതൽ ഇടം നൽകിക്കൊണ്ടുള്ള ഒരു നീക്കമൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് MG മിഥുനുണ്ട്. മിഥുൻ, ഈ വിഴിഞ്ഞം പോർട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പൂർത്തീകരണം കമ്മീഷനിങ്ങിന് മുമ്പ് ഇത്ര അടുത്ത് കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. എവിടം വരെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ഈ പോർട്ട് എങ്ങനെ പ്രവർത്തിക്കും, അതിൻ്റെ പ്രവർത്തന രീതി എന്താണ്, അതിൻ്റെ കൺട്രോളിംഗ് സംവിധാനം എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് അടുത്തറിയാനുള്ള ഒരു അവസരം ഉണ്ടാകുമോ? അങ്ങനെ നിങ്ങൾക്കൊക്കെ പ്രവേശനം അങ്ങേക്ക് കിട്ടുമോ? അങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും അത്തരത്തിലുള്ളൊരു നിമിഷം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം അടുത്ത് നിന്നതൊക്കെ കാണാനും ഒക്കെ ഒരു ചിലപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. മാധ്യമപ്രവർത്തകനായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനൊരു ഭാഗ്യം എന്തായാലും വന്നതെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു അഭിമാന മുഹൂർത്തത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. എന്നോടൊപ്പം ഡാൻ കുര്യൻ നേരത്തെ ചേർന്ന പോലെ ഡാനുമുണ്ട്. ഡാൻ നേരത്തെ മുതൽ തന്നെ ഞാൻ സൂചിച്ച പോലെ തന്നെ ഇത് കാലങ്ങളായി ഈ ഒരു വിഷയം എടുത്ത് ഇങ്ങനെ അമ്മാനമായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ സൈത്ത് സൂചിപ്പിച്ച പോലെ ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമ്മളെ കൂടി ഒന്ന് പങ്കെടുപ്പിച്ചത് കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഒരുക്കി തരുമെന്ന് നമുക്ക് കരുതാമല്ലേ? അതിനുള്ള സാധ്യത നന്നേ വിരളമാണ്. കാരണം നമുക്ക് ആ കപ്പലിനകത്തേക്ക് കയറുന്നതിന് ഇപ്പോൾ നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്. അതിലുള്ള ജീവനക്കാർക്ക് ബർത്തിലേക്ക് ഇറങ്ങുന്നതിനും തടസ്സങ്ങളുണ്ട്. അതിൽ ഏതാനും ജീവനക്കാർ, കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് കിട്ടിയ ഏതാനും ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും ഈ ഷിപ്പിൽ നിന്ന് ഈ ബർത്തിലേക്ക് ഇറങ്ങുക. സ്വാഭാവികമായി ഈ 30 മണിക്കൂറിനകത്ത് ഇവിടെ ഡോക്ക് ചെയ്ത് കഴിഞ്ഞ് 30 മണിക്കൂറിനകത്ത് സാൻ ഫെർണാണ്ടോ അമേരിക്കയെ ലക്ഷ്യമാക്കി പോകേണ്ടതാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് വൈകിട്ട് തന്നെ ഈ 2000 കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷം സാൻ ഫെർണാണ്ടോ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകും. അതിന് പിന്നാലെ 400 കണ്ടെയ്നറുകളുമായി മറ്റൊരു കപ്പൽ ഇന്ന് തന്നെ ഇവിടേക്ക് എത്തിയേക്കാം. അതായത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ കണ്ടെയ്നറുകളിലൊക്കെ ഇറക്കി വെക്കുന്നതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു ടെക്നോളജി, ഒരു സെമി ഓട്ടോമാറ്റിക് സിസ്റ്റം, അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ പോർട്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നത്. അത് വിഴിഞ്ഞം പോർട്ടിൽ സ്വന്തമാണ് എന്ന് നമുക്ക് ഇനി അഭിമാനത്തോടെ പറയുകയും ചെയ്യാം. ഇതിൻ്റെ എങ്ങനെയാണ് ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? അതായത് പ്രധാനമായും നമ്മൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോർട്ട് നിലനിൽക്കുന്നത്, അതായത് ഇതിൻ്റെ ഒരു ജിയോ സ്ട്രാറ്റജിക് ലൊക്കേഷൻ, അത് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ മറ്റ് തുറമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതായത് ഏതാണ്ട് 10 നോട്ടിക്കൽ മൈലിനപ്പുറത്ത്, 10 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 19 കിലോമീറ്റർ, അതായത് ഇവിടെ നിന്ന് ശംഖുമുഖം ബീച്ചിലേക്ക് നമ്മൾ എത്തുന്ന ദൂരത്തിൽ ഇവിടെ നിന്ന് ഈ വിഴിഞ്ഞത്തെ തുറമുഖത്ത് നിന്ന് നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ രാജ്യാന്തര കപ്പൽ ചാലിലേക്ക് എത്തുകയാണ്. അതായത് യൂറോപ്പിനെയും പേർഷ്യൻ ഗൾഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാജ്യാന്തര കപ്പൽ ചാല്. ഈ കപ്പൽ ചാലിലൂടെയാണ് 200ഓളം ലോകോത്തര കപ്പലുകൾ ഈ ചരക്കുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ആദ്യ തുറമുഖം എന്ന പ്രത്യേകതയാണ് വിഴിഞ്ഞം തുറമുഖത്തെ മറ്റ് തുറമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സ്വാഭാവികമായി അപ്പോൾ എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകരുത് എന്ന് ആഗ്രഹിച്ചവരുടെ മനസ്സിലിരിപ്പെന്ന് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ വ്യക്തമാകും. കാരണം വിഴിഞ്ഞം യാഥാർത്ഥ്യമായതോടെ നമ്മുടെ രാജ്യത്ത് ഗുജറാത്തിലെ കണ്ട്ല ആയാലും അതോടൊപ്പം തന്നെ പോർട്ട് ബ്ലെയർ പോർട്ടായാലും
കൊൽക്കത്ത തുറമുഖമായാലും വിശാഖപട്ടണം തുറമുഖമായാലും അതോടൊപ്പം ചെന്നൈയിലെ തുത്തുക്കുടി ആയാലും മറ്റ് എല്ലാ തുറമുഖങ്ങളുടെയും പ്രസക്തി നഷ്ടപ്പെടുന്നത് പോലെ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ തുറമുഖ കവാടമായി അക്ഷരാർത്ഥത്തിൽ മാറും. സ്വാഭാവികമായി ഇനി രാജ്യത്തിനകത്തുള്ള ചരക്ക് നീക്കത്തിൻ്റെ 50% അത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വഴിയായിരിക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സ്വാഭാവികമായ ആഴമാണ്. നമ്മൾ നേരത്തെ അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി രാജ്യത്തെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ അത് തന്നെയാണ് ഈ തുറമുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസക്തി. അവിടേക്ക് 3 കിലോമീറ്റർ നീളത്തിലാണ് നിലവിൽ ഈ പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പുലിമുട്ടിനുമുണ്ട് പ്രത്യേകത. അതായത് ഇവിടുത്തെ ബ്രേക്ക് വാട്ടർ സംവിധാനത്തിന് രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയതും നീളമുള്ളതുമായ ഇന്ത്യയിലെ ആദ്യത്തെ പുലിമുട്ടാണ്, ബ്രേക്ക് വാട്ടറാണ്. അതായത് 7.5 മീറ്റർ മുകളിലേക്കും 22 മീറ്റർ താഴേക്കും ആണ് ഇതിൻ്റെ ആഴം സ്വാഭാവികമായി. എന്നിട്ട് 3 കിലോമീറ്റർ, ആ 3 കിലോമീറ്ററുള്ള ബ്രേക്ക് വാട്ടറിനുള്ളിലേക്കാണ് 2 അമ്മക്കപ്പലുകൾക്ക് ഒരേ സമയം വന്ന് നിൽക്കാൻ കഴിയുന്ന തരത്തിൽ 800 മീറ്റർ നീളമുള്ള ബെർത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ആ ബെർത്തിനെ 2 കിലോമീറ്ററാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടക്കുന്നത്. അതായത് ഒരേ സമയം 5 അമ്മക്കപ്പലുകളിലായി ഏതാണ്ട് 10,000-ഓളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ഒരു ദിവസം കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറും. അത് തന്നെയാണ് ഇതിൻ്റെ വികസന സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. നമുക്കറിയാം ഇവിടേക്ക് എത്തുന്ന ഇതാണ് ഈ കാണുന്നത്. ദയവായി ആ ദൃശ്യങ്ങളിലേക്ക് ഈ പ്രേക്ഷകരെ നമ്മൾ ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കണം. അതായത് ഇവിടെ എത്തുന്ന അതാണ് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ. ആ സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഈ വലിയ ക്രെയിനുകൾ, അതായത് ആ കപ്പലിനോട് ചേർന്ന് മുകളിലായി ഉയർന്നു നിൽക്കുന്ന കപ്പലുകൾ, ക്രെയിനുകളുടെ സൂപ്പർ പാനമെക്സ് ക്രെയിൻ, അതായത് ഷിപ്പ് ടു ഷോർ ക്രെയിൻ, കപ്പലിൽ നിന്ന് ബെർത്തിലേക്ക് ഈ കണ്ടെയ്നർ ഇറക്കി വെക്കുന്ന സൂപ്പർ പാനമെക്സ് ക്രെയിനുകളാണ് ആ കാണുന്നത്. അത് ഓട്ടോമേറ്റഡ് ആണോ അതോ മാനുവൽ? ഇതിലെ ഒന്നും മാനുവൽ അല്ല, ഇതെല്ലാം സെമി ഓട്ടോമേറ്റഡ് ആണ്. അതായത് 5 ഉദ്യോഗസ്ഥർ മതി. നമുക്ക് ആശ്ചര്യം തോന്നാം, ആ കപ്പലിൽ കാണുന്ന 2000-ഓളം കണ്ടെയ്നറുകൾ അവിടെ നിന്ന് ഇറക്കി ഈ വാഹനങ്ങളിലേക്ക് കയറ്റുന്നതിന് വെറും 5 ഉദ്യോഗസ്ഥരുടെ സഹായമേ ആവശ്യമുള്ളൂ. അവരിവിടെ പ്രത്യേകം സജ്ജമാക്കിയ ഒരു സ്ഥലത്തിരുന്ന് ഈ മെഷീനിൽ കൃത്യമായി ഈ ക്രെയിൻ താഴേക്ക് ഇറക്കി അവിടെ നിന്ന് ഈ കണ്ടെയ്നറുകൾ മുകളിലേക്ക് ഉയർത്തി പിന്നീട് അത് അൺലോഡ് ചെയ്യുന്ന തരത്തിലാണ് അതിൻ്റെ ക്രമീകരണം. സെമി ഓട്ടോമേറ്റഡ് സംവിധാനമാണ്. അതോടൊപ്പം ഇതിന് പിന്നിലായി 28 യാർഡ് ക്രെയിനുകൾ, അതാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യാർഡ് ക്രെയിനുകളിലായിരിക്കും ഈ ബെർത്തിലേക്ക് ഇറക്കി വെക്കുന്ന ക്രെയിനുകൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളിലെ ഈ വാഹനങ്ങളിലേക്ക്, ട്രെയിലറുകളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എടുത്തു വെക്കുന്നത് യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പിന്നീടാണ് അത് കരമാർഗമാണെങ്കിൽ മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. നമുക്ക് പ്രധാനമായി എടുത്തു പറയാനുള്ള കാര്യം, ഈ 2000 കണ്ടെയ്നറുകളും ജലമാർഗം തന്നെയാണ് മഹാരാഷ്ട്രയിലേക്കും ഗുജറാത്തിലേക്കും മുംബൈയിലേക്കും അടക്കം രാജ്യത്തെ മറ്റ് പോർട്ടുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കരമാർഗം അത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജലമാർഗം ഏതാണ്ട് 4 ഫീഡിംഗ് ഷിപ്പുകൾ വൈകാതെ ഇവിടേക്ക് എത്തും. ആ ഫീഡിംഗ് ഷിപ്പുകളിലായിരിക്കും ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റ് തുറമുഖങ്ങളിലേക്ക്, ചെറു തുറമുഖങ്ങളിലേക്ക് അടക്കം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ബെർത്ത് ഇതേപോലെ മറ്റ് ബെർത്തുകൾ കൂടി ഇനി 2-3 ഘട്ടങ്ങളിലായി വരും. അതായത് ആദ്യ ഘട്ടത്തിന്റെ നിർമ്മാണം കമ്മീഷൻ ചെയ്യുന്നത് 2024 ഡിസംബറിൽ. ഈ ഡിസംബർ അവസാനത്തോടെ ഇത് ഔദ്യോഗികമായി വാണിജ്യാടിസ്ഥാനത്തിൽ തുറന്നു കൊടുക്കുകയാണ്. 2024 ഡിസംബറോടെ ഇതിനു വേണ്ടി ചെലവഴിച്ച തുക ഏതാണ്ട് 8,801 കോടി രൂപയായിട്ട് മാറും. 2-3 ഘട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാഥമികമായ ഇൻവെസ്റ്റ്മെൻറ്റ് അദാനി ഗ്രൂപ്പ് നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 9,500 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 2028ഓടെ മുഴുവൻ നിർമ്മാണവും, അതായത് 4 ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർമ്മാണം പുരോഗമിക്കുന്നത്. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം 23,300 കോടി രൂപ മുതൽ മുടക്കിൽ 2, 3, 4 ഘട്ടങ്ങളിലേക്ക് നിർമ്മാണത്തിന് വേണ്ടി അത്രയും അധികം കോടി രൂപയാണ് ആവശ്യം. അങ്ങനെ എത്തുമ്പോൾ ഈ പുലിമുട്ടിൻ്റെ വ്യാപ്തി നിലവിലുള്ള 3 കിലോമീറ്ററിൽ നിന്ന് 4.5 കിലോമീറ്ററായി ഉയർത്തും. അങ്ങനെ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതോടെ ഒരേ സമയം 5 അമ്മക്കപ്പലുകൾക്ക് ഈ സാൻ ഫെർണാണ്ടോ വന്ന് നിൽക്കുന്നത് പോലെ 5 വലിയ കപ്പലുകൾ, 4 ബെർത്തുകളും ഉണ്ടാകും. അതായത് 400 മീറ്റർ നീളമുള്ള 5 വലിയ കപ്പലുകൾ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അടക്കം ലോകത്തെ ഏറ്റവും വലിയ 5 വലിയ കപ്പലുകൾക്ക് ഒരേ സമയം വിഴിഞ്ഞം തീരത്തേക്ക് എത്താൻ കഴിയുന്നു. അവിടെ നിന്ന് ചരക്കിറക്കാനും ചരക്ക് കയറ്റാനും കഴിയുന്നു. അതാണ് ഈ തുറമുഖം നമുക്ക് നൽകുന്ന ഈ വികസന സാധ്യതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി ചൂണ്ടിക്കാണിക്കപ്പെടും. ഒപ്പം തന്നെ നമ്മൾ